പ്രവാസികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദുബായ് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരവധി കപ്പൽ സർവീസ് കമ്പനികൾ താൽപര്യം അറിയിച്ചിരുന്നുവെങ്കിലും 2 കമ്പനികളാണ് അന്തിമ ചുരുക്കപ്പട്ടികയിലുള്ളത്. കേരള മാരിടൈം ബോർഡ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. സർവീസ് നടത്താൻ താൽപര്യമുള്ള കമ്പനികളിൽ നിന്ന് കഴിഞ്ഞ മാർച്ചിലാണ് അപേക്ഷ ക്ഷണിച്ചത്. കോഴിക്കോട് കേന്ദ്രമായുള്ള ജബൽ വെഞ്ചറസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ചെന്നൈ കേന്ദ്രമായുള്ള വൈറ്റ് ഷിപ്പിംഗ് എന്നീ കമ്പനികളാണ് ചുരുക്കപ്പട്ടികയിലുള്ളത്. ഈ കമ്പനികളുമായി മാരിടൈം ബോർഡ് ചർച്ച നടത്തിയ ശേഷം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതോടെ നടപടികൾ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മലയാളി പ്രവാസികളുടെ യാത്രാക്ലേശത്തിനുള്ള പരിഹാരമാണ് തെളിയുന്നത്. വിമാനയാത്രാ കൂലി അടിക്കടി ഉയരുന്നത് പ്രവാസികൾക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് യാത്രയും ചരക്കുകടത്തും ലക്ഷ്യമിട്ടുള്ള കപ്പൽ വരുന്നത്. തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം എന്നീ മന്ത്രാലയങ്ങളുമായും ഷിപ്പിംഗ് കോർപ്പറേഷനുമായും മാരിടൈം ബോർഡ് ചർച്ചകൾ നടത്തുന്നുണ്ട്. സാധ്യതയുള്ള നിയമ പ്രശ്നങ്ങളിലുള്ള പരിഹാരമാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം. അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട 2 കപ്പൽ സർവീസ് കമ്പനികൾ സമർപ്പിക്കുന്ന സാധ്യതാ പഠന റിപ്പോർട്ട് മാരിടൈം ബോർഡ് സർക്കാരിന് സമർപ്പിക്കും. സർവീസിന്റെ വിശദമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തിന് ശേഷമാകും ബാക്കിയുള്ള നടപടികൾ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കമ്പനികൾക്ക് ലഭിക്കുന്ന ഇളവുകൾ എന്തൊക്കെയെന്ന് അറിയേണ്ടതുണ്ട്. ഇതിനുശേഷമാകും കരാർ നിലവിൽ വരിക. കരാർ ഒപ്പുവെച്ചാൽ 3 മാസത്തിനകം സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് 2 കമ്പനികളും മാരിടൈം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട്ടെ ബേപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നായിരുന്നു വിവരം. എന്നാൽ ഈ റൂട്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നായിരിക്കും ദുബായിലേക്ക് സർവീസ് തുടങ്ങുക. ദുബായിലേക്കുള്ള യാത്രയ്ക്ക് 10,000 രൂപയിൽ താഴെയാകും ടിക്കറ്റ് നിരക്കെന്നാണ് സൂചനകൾ. ടിക്കറ്റ് നിരക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണെങ്കിൽ യാത്രാ സർവീസ് വിജയിക്കുമെന്ന് ഉറപ്പാണ്. കാരണം നിരവധി പ്രവാസികളാണ് യാത്രാക്ലേശം അനുഭവിക്കുന്നത്. വിമാനത്തിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ചരക്കുകൾ അനുവദിക്കുമെന്നതും പ്രവാസികളെ കപ്പലിലേക്ക് ആകർഷിക്കും. ദുബായ് യാത്രയ്ക്ക് 3 ദിവസം വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷ. ടൂറിസം മേഖലയുടെ ഉണർവിനും ഈ കപ്പൽ സർവീസ് തുണയാകും. കോഴിക്കോട് നിന്ന് ഗൾഫിലേക്ക് ഒട്ടേറെ ചരക്കുകൾ അയക്കുന്നുണ്ട്. ഇതിന് വേണ്ടത്ര വിമാന സർവീസ് ഇല്ല എന്നത് വ്യാപാരികളുടെ ഏറെക്കാലമായുള്ള പരാതിയാണ്. ഇതിനുള്ള പരിഹാരം കൂടിയാകും ഈ കപ്പൽ സർവീസ്. ചെരുപ്പുകൾ, കോഴിക്കോടൻ ഹൽവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിഭവങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ ഗൾഫിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഒരു തവണയുള്ള സർവീസിൽ 1200 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കപ്പലുകളാണ് പരിഗണനയിലുള്ളത്. കേരളത്തിനും ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിൽ യാത്രാ കപ്പൽ സർവീസ് യാഥാർത്ഥ്യമായാൽ അത് സാധാരണക്കാരായ പ്രവാസികൾക്ക് കുറച്ചൊന്നുമല്ല സഹായകമാകുക. വിമാനയാത്രാ ടിക്കറ്റ് നിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ പ്രവാസി മലയാളികൾക്ക് കപ്പൽ യാത്ര തീർത്തും ഒരു അനുഗ്രഹം തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പൽ സർവീസ് ആരംഭിച്ചുവെങ്കിലും അത് അധികകാലം നീണ്ടുനിന്നിരുന്നില്ല. പുതിയ കപ്പൽ സർവീസിനെ വളരെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത്.